ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 28-ാം തിരുലിഖിതം. ഇതിൽ നിങ്ങൾ വിസ്മയിക്കേണ്ട, എന്തെന്നാൽ കല്ലറകളിലുള്ളവരെല്ലാം അവൻ്റെ സ്വരം ശ്രവിക്കുന്ന സമയം ഇതാ വരുന്നു. ഹല്ലേലൂയ. ഇന്ന് നാം ചിന്തിക്കുന്നത് വിശുദ്ധി അല്ലെങ്കിൽ ഭിന്നത എന്ന വിഷയത്തെക്കുറിച്ചാണ്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 11-ാം അധ്യായം 23-ാം തിരുലിഖിതം. എന്നോട് കൂടെ ശേഖരിക്കാത്തവൻ ചിതറിച്ചു കളയുന്നു. ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ നിത്യരക്ഷയിലേക്ക് നയിക്കുന്ന ദൈവമായ കർത്താവിൻ്റെ ദൂത് കേൾക്കാൻ ഇതാ ഈ മണിക്കൂറിൽ എന്നെയും നിങ്ങളെയും കർത്താവ് തൊട്ട് വിളിക്കുകയാണ്. ഇത് നിത്യജീവന്റെ അഭിഷേകം പകരുന്ന മണിക്കൂറാണിത്. ഈ നിമിഷങ്ങളിൽ യേശുവിന്റെ നാമത്തിന്റെ അത്ഭുതങ്ങളുണ്ട്. ഈ നിമിഷങ്ങളിൽ യേശുവിന്റെ നാമത്തിൽ പരിശുദ്ധാത്മാഭിഷേകമുണ്ട്. ഈ നിമിഷങ്ങളിൽ കുടുംബങ്ങളിൽ നിന്ന് കീടശക്തികൾ വിട്ടുപോകും. ഇതാ 1-2 വ്യക്തിയുടെ അനുഭവം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ കൊണ്ടുവരികയാണ്. എൻ്റെ പേര് ജെസീസ് കറിയ. ഞാൻ ഈ സാക്ഷ്യം എഴുതുന്നത് എൻ്റെ ജീവിത പങ്കാളിയുടെ ജീവിതത്തിൽ ടെലിവിഷൻ ശുശ്രൂഷയുടെ സമയത്ത് കർത്താവ് ചൊരിഞ്ഞ ഒരു വൻ കൃപയെ ലോകത്തിനു മുമ്പിൽ വെളിപ്പെടുത്തുന്നതിന് വേണ്ടിയാണ്. എൻ്റെ ഭർത്താവിന് അലർജിയുടെ അസുഖ നിമിത്തം വളരെ ക്ലേശവും ദുഃഖവുമായിരുന്നു. ജലദോഷം, തുമ്മൽ, ചുമ, കൂടെ കൂടെ വരുന്ന പനി, ഇങ്ങനെ ശരീരത്തിൽ തളർച്ചയും അലർജി രോഗങ്ങളും എൻ്റെ ഭർത്താവിനെ എന്നും അലട്ടിക്കൊണ്ടിരുന്നു. ഏത് സമയം തൊട്ടാണെന്നറിയില്ല, വർഷങ്ങളായി ഇത് എൻ്റെ ഭർത്താവിൻ്റെ ഒരു നിത്യ രോഗം പോലെ എൻ്റെ ഭർത്താവിനെ അലട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. ചുരുങ്ങിയത് 5-6 വർഷത്തിലധികമായിട്ടുണ്ട് ഇതെൻ്റെ ഭർത്താവിനെ പീഡിപ്പിക്കാൻ തുടങ്ങിയിട്ട്. പല ഡോക്ടർമാരെയും മാറി മാറി കാണിച്ചു, പല ഹോസ്പിറ്റലുകളിൽ മാറി മാറിപ്പോയി, നിർത്താതെ മരുന്നുകൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ തുമ്മൽ, ചുമ, ഇടയ്ക്കിടയ്ക്കുണ്ടാകുന്ന മറ്റ് ശാരീരിക തളർച്ചകൾ, ഇതിനൊന്നും ഒരു ശമനം ഉണ്ടായില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 2008 ഈ അസുഖം വളരെ കൂടുതലായി. എൻ്റെ ഭർത്താവ് ക്രിട്ടിക്കൽ സ്റ്റേജിലെത്തി. ഒന്ന് നിവർന്ന് നിൽക്കാൻ പോലും പറ്റാത്ത സ്ഥിതിയിലായി. ഞങ്ങൾ കുറച്ച് നാളുകളായി ടെലിവിഷനിൽ വചനം കേൾക്കുന്ന കുടുംബമായിരുന്നു. ഈ അസുഖം ക്രിട്ടിക്കലായപ്പോൾ എൻ്റെ ഭർത്താവിൻ്റെ ജീവന് പോലും ഹാനി വരുമെന്ന സാഹചര്യം വന്നപ്പോൾ 2008 മാർച്ച് മാസത്തിൽ ടെലിവിഷനിൽ അട്ടപ്പാടി സെഗിയോൻ ധ്യാന കേന്ദ്രത്തിൽ നിന്ന് പ്രഘോഷിക്കപ്പെട്ട വചനങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഹൃദയം നുറുങ്ങി നിലവിളിച്ചു, യേശുവേ എൻ്റെ കുടുംബത്തെ രക്ഷിക്കണമേ, കരഞ്ഞു പ്രാർത്ഥിച്ചു. അത്ഭുതമെന്ന് പറയട്ടെ, വിശുദ്ധ കുർബാനയുടെ ആശീർവാദത്തിൻ്റെ സമയത്ത് എൻ്റെ കുടുംബത്തിന് മേൽ ദൈവശക്തി വ്യാപരിച്ചു. അന്ന് തൊട്ട് എൻ്റെ ഭർത്താവിൻ്റെ രോഗപീഡന കെട്ടുകൾ അഴിഞ്ഞു. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ രോഗം പരിപൂർണമായി വിട്ടുപോയി. 2008 മാർച്ച് മുതൽ ഇതാ ഈ കത്ത് എഴുതുന്ന ഈ നിമിഷം വരെ പിന്നെ എൻ്റെ ഭർത്താവിനെ ആ രോഗം അലട്ടിയിട്ടില്ല. എൻ്റെ യേശുവിന് ഞാൻ കോടാനുകോടി നന്ദി അർപ്പിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നോക്കുക സഹോദരങ്ങളെ, ടെലിവിഷൻ്റെ മുമ്പിലിരുന്ന് വചനം കേട്ട് വിശ്വാസത്തോടെ ഹൃദയം തുറന്ന് പിതാവായ ദൈവം നൽകി യേശുവിൻ്റെ നാമത്തെ ഉറക്കെ വിളിച്ചപ്പോൾ ആ കുടുംബത്തിലേക്ക് ഇടിമിന്നൽ പോലെ ദൈവശക്തി വ്യാപരിക്കുകയായിരുന്നു. ഈ നിമിഷങ്ങളിൽ നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിക്കാം. ഓ ദൈവമേ, ഈ മണിക്കൂറുകൾ അത്ഭുതങ്ങളുടെ മണിക്കൂറുകളാക്കി അവിടുന്ന് രൂപാന്തരപ്പെടുത്തണമേ. അതിശയങ്ങൾ കുടുംബങ്ങളിലേക്ക് വർഷിക്കണമേ കർത്താവേ. ഈ കുഞ്ഞുങ്ങളെ, ബാലികാബാലന്മാരെ, വിദ്യാർത്ഥിനികളെ, യുവാക്കന്മാരെ, ഓരോ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ കർത്താവേ. കുടുംബത്തിൽ രോഗികളായി കിടക്കുന്നവരുണ്ട്. ഓ ദൈവമേ, തളർച്ച അനുഭവിക്കുന്നവരുണ്ട്, വലിയ പീഡകളാൽ തകരുന്നവരുണ്ട്, മനം നൊന്തിരിക്കുന്നവരുണ്ട്, എല്ലാവരാലും ഒറ്റപ്പെടുത്തപ്പെട്ടവരുണ്ട്, ക്ഷമിക്കാൻ പറ്റാത്ത വേദനയോടിരിക്കുന്നവരുണ്ട്, സാമ്പത്തികമായി തകർന്നവരുണ്ട്. ഓ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടി ചിന്തപ്പെട്ട യേശു ക്രിസ്തുവിന്റെ അത്ഭുത രക്തത്തിന്റെ അത്ഭുത കോട്ട ഞങ്ങൾക്ക് ചുറ്റും ഉയർത്തി അഭിഷേകം ചൊരിയണമേ. രക്തക്കോട്ട എനിക്ക് ചുറ്റും പടുത്തുയർത്തണമേ. ശക്തന്മാരാ ദൂതന്മാരെ എനിക്ക് ചുറ്റും കാവലിനായി നൽകിയിടണമേ. രക്തക്കോട്ട എനിക്ക് ചുറ്റും പടുത്തുയർത്തണമേ. ശക്തന്മാരാ ദൂതന്മാരെ എനിക്ക് ചുറ്റും
കാവലിനായി നൽകിയിടണമേ. രക്തം രക്തം യേശുവിൻ രക്തം മോചനമേകും. യേശുവിൻ രക്തം ഉണർവോടെ. രക്തം യേശുവിൻ രക്തം മോചനമേകും. യേശുവിൻ രക്തം. ഓ ദൈവമേ, യേശുവിന്റെ രക്തത്തിന്റെ അത്ഭുത ശക്തി വ്യാപരിക്കട്ടെ. കുടുംബങ്ങളിൽ രോഗക്കെട്ടുകൾ അഴിയട്ടെ കർത്താവേ. ശാപക്കെട്ടുകൾ അഴിയട്ടെ കർത്താവേ. പാപബന്ധനങ്ങൾ അഴിയട്ടെ കർത്താവേ. അത്ഭുത വിടുതൽ സംഭവിക്കട്ടെ. രോഗം മാറട്ടെ, തീരാവ്യാധികൾ നീങ്ങട്ടെ. രോഗം മാറട്ടെ, തീരാവ്യാധികൾ നീങ്ങട്ടെ. സൗഖ്യത്തിൻ ശക്തി എന്റെ ദേഹി നിറയട്ടെ. സൗഖ്യത്തിൻ ശക്തി എന്റെ ദേഹി നിറയട്ടെ. വിശ്വാസത്തോടെ മാറട്ടെ, തീരാവ്യാധികൾ നീങ്ങട്ടെ. രോഗം മാറട്ടെ, തീരാവ്യാധികൾ നീങ്ങട്ടെ. സൗഖ്യത്തിൻ ശക്തി എന്റെ ദേഹി നിറയട്ടെ. സൗഖ്യത്തിൻ ശക്തി എന്റെ ദേഹി നിറയട്ടെ. രക്തക്കോട്ട 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 എനിക്ക് ചുറ്റും പടുത്തുയർത്തണമേ. ശക്തന്മാരാ ദൂതന്മാരെ എനിക്ക് ചുറ്റും കാവലിനായി നൽകിയിടണമേ. രക്തം രക്തം യേശുവിൻ രക്തം മോചനമേകും. യേശുവിൻ രക്തം 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 യേശുവിൻ രക്തം മോചനമേകും. യേശുവിൻ രക്തം 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 യേശുവിൻ രക്തം മോചനമേകും. യേശുവിൻ രക്തം യേശുവിൻ രക്തം യേശുവിൻ രക്തം യേശുവിൻ രക്തം. കരങ്ങൾ ഉയർത്തി ഒരിക്കൽ കൂടെ എല്ലാവരും സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഓ ദൈവമേ, ഈ കുടുംബങ്ങളിലേക്ക് യേശുവിന്റെ രക്തത്തിന്റെ അത്ഭുത വിടുതൽ, യേശുവിന്റെ രക്തത്തിൽ അത്ഭുതമായ സൗഖ്യങ്ങൾ ഇപ്പോൾ സംഭവിക്കട്ടെ. യേശുവേ, അങ്ങയുടെ നാമത്തിന്റെ ശക്തി ഈ കുടുംബങ്ങളുടെ മേൽ വ്യാപരിക്കട്ടെ. വചനം കേൾക്കാൻ തടസ്സമുണ്ടാക്കുന്ന ക്ഷീണം, മരവിപ്പ്, എതിർചിന്ത, മല്ലടിക്കുന്ന പ്രകൃതം, അനുസരണക്കേട്, താന്തോന്യത്വം, തിന്മയുടെ ആധിപത്യങ്ങൾ, 1-ാം പ്രമാണ ലംഘനത്തിന്റെയും 6-ാം പ്രമാണ ലംഘനത്തിന്റെയും പരിണത ഫലമായുള്ള പൈശാചിക യേശുവിന്റെ രക്തത്താൽ ഇപ്പോൾ ചിഹ്നഭിന്നമായി പോകട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ 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 ഹല്ലേലൂയ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ 11-ാം അധ്യായത്തിൽ 23-ാം തിരുലിഖിതം, എന്നോട് കൂടെ ശേഖരിക്കാത്തവൻ ചിതറിച്ചു കളയുന്നു. ഇത് ഞാനും നിങ്ങൾ മനസ്സിലാക്കേണ്ട വലിയൊരു ജീവിത രഹസ്യമാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിരവധി വ്യക്തികൾ അവരുടെ ജീവിതത്തിൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുകയാണ്, എന്താണെന്നറിയാൻ പാടില്ല, ഇപ്പോൾ ഇവിടെ വലിയ പ്രശ്നമാണ്, കുടുംബത്തിൽ വലിയ പ്രശ്നമാണ്. ഞാൻ പറയുന്നത് മക്കൾക്ക് മനസ്സിലാകുന്നില്ല. മക്കൾ എല്ലാം ഛിന്ന ഭിന്നമായി പോവുകയാണ്. സ്ഥാപനത്തിൽ സ്റ്റാഫ് ഒന്നിച്ച് നിൽക്കുന്നില്ല. സ്കൂളിലാകട്ടെ, ഫാക്ടറിയിലാകട്ടെ, തൊഴിൽ സ്ഥാപനത്തിലാകട്ടെ, ഓരോ മേഖലകളിലാകട്ടെ, ദൈവം എന്നെയും നിങ്ങളെയും ഏൽപ്പിച്ച സ്ഥലങ്ങളിൽ ഇതാ അവർ ഒന്നിച്ചു നിൽക്കുന്നില്ല. അവിടെ വലിയ തരത്തിലുള്ള തകർച്ച ഉണ്ടാവുകയാണ്. അവർ ചിന്തിക്കുകയാണ്, ആരെങ്കിലും നമ്മുടെ ഈ സ്ഥാപനത്തിനെതിരെ കൂടോത്രം ചെയ്തിരിക്കുകയായിരിക്കുമോ? ആരെങ്കിലും നമ്മുടെ കുടുംബത്തിനെതിരെ ക്ഷുദ്രം ചെയ്തിട്ടുണ്ടോ? അച്ഛനൊന്ന് പ്രാർത്ഥിച്ചു നോക്കിക്കേ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അച്ഛൻ പ്രാർത്ഥിച്ചു നോക്കിയപ്പോൾ കിട്ടിയ വചനമാണ് ഇപ്പോൾ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. ജെറമിയായുടെ പുസ്തകത്തിൽ 13-ാം അധ്യായം 20, 21, 22 തിരുലിഖിതങ്ങൾ. നീ കണ്ണുകൾ ഉയർത്തി വടക്ക് നിന്ന് വരുന്നവരെ കാണുക. നിന്നെ ഭരമേൽപ്പിച്ചിരുന്ന ആട്ടിൻപറ്റം, നിന്റെ മനോഹരമായ അജഗണം എവിടെ? ദൈവം തൊട്ട് വിളിക്കുകയാണ്. ജെറമിയ 13-ാം അധ്യായം 20-ാം വാക്യത്തിൽ ഇതാ ദൈവം വന്ന് തൊട്ട് വിളിക്കുകയാണ്. ഓ ചേട്ടാ, ചേട്ടത്തി, നീ വലിയൊരു അധികാരിയാണ്, നീ സ്ഥാപനത്തിൻ്റെ മേലധികാരിയാണ്, നീ ഇടവകയുടെ അധിപനാണ്,
നീ കുടുംബത്തിൻ്റെ തലവനാണ്. ഞാൻ നിന്നെ ഏൽപ്പിച്ചിരുന്ന മനോഹരമായ ആചരണം എവിടെ? ഞാൻ നിന്നെ ഏൽപ്പിച്ചിരുന്ന നിന്റെ ആട്ടിൻപറ്റ എവിടെ? ദൈവം ചോദിക്കുകയാണ്. അങ്ങനെ ചോദിക്കണമെങ്കിൽ അവിടെ ആട്ടിൻപറ്റത്തെ കാണാനില്ല, അതുകൊണ്ടല്ലേ ചോദിക്കുന്നത്. മനോഹരമായ അജഗണം എവിടെയൊക്കെ ചിഹ്നഭിന്നമായി, അതുകൊണ്ടല്ലേ ചോദിക്കുന്നത്. ചോദിക്കുകയാണ്, എൻ്റെ മനോഹരമായ അജഗണം ഞാൻ നിന്നെ ഏൽപ്പിച്ചു, അതെവിടെ? എൻ്റെ ആട്ടിൻപറ്റ എവിടെ? ദൈവം ചോദിക്കുകയാണ്. ഞാനും നിങ്ങൾ കണക്ക് കൊടുക്കണം. ചിലപ്പോൾ ഒരു സംഘടനയുടെ തലവനായിരിക്കാം, ഒരു ഇടവകയുടെ അധിപനായിരിക്കാം, ഒരു കോൺവെന്റിൻ്റെ സുപ്പീരിയർ ആയിരിക്കാം, ഒരു കുടുംബത്തിൻ്റെ അധിപനായിരിക്കാം, അല്ലെങ്കിൽ ഒരു ഫാക്ടറിയിലോ തൊഴിൽശാലയിലോ ഓഫീസിലോ നീ ഒരു മേലധികാരി ആയിരിക്കാം. ദൈവം ഏൽപ്പിച്ച ആചരണത്തെക്കുറിച്ച് നിന്റെ കാഴ്ചപ്പാട് എന്താ? 21-ാം ലിഖിതത്തിൽ വീണ്ടും ദൈവം വെളിപ്പെടുത്തുകയാണ്. സുഹൃത്തുക്കൾ എന്ന് കരുതിയിരുന്നവർ നിന്നെ തോൽപ്പിച്ച് നിന്റെ മേൽ ഭരണം നടത്തുമ്പോൾ നീ എന്തു പറയും? ഇതാ മറ്റൊരു വിഷയത്തിലേക്ക് ദൈവം നീങ്ങുകയാണ്. സുഹൃത്തുക്കൾ എന്ന് കരുതിയിരുന്നവർ, നിന്റെ കീഴിൽ ജോലി ചെയ്തിരുന്നവർ, നിന്റെ കൂടെ ഉണ്ടായിരുന്ന സഹപ്രവർത്തകർ, തോളോട് തോൾ ചേർന്ന് പ്രവർത്തിച്ചുകൊണ്ടിരുന്നവർ, ഇപ്പോൾ ഇതാ നിർദയം നിന്നെ വെട്ടിവീഴ്ത്തി നിന്റെ മുകളിൽ കയറി അവർ നിന്നെ ഭരിക്കുകയാണ്. നിനക്കൊരു വിലയും തരുന്നില്ല, നിന്നെ അവർ ചവിട്ടി താഴ്ത്തി ഇത് അവർ കയറി നിന്നെ ഭരിക്കുകയാണ്. അവർ ഉന്നതങ്ങളിലേക്ക് കയറി പോവുകയാണ്, നീ താഴത്തോട്ട് താഴ്ന്നു പോവുകയാണ്. സുഹൃത്തുക്കൾ എന്ന് കരുതിയിരുന്നവർ നിന്നെ തോൽപ്പിച്ച് നിന്റെ മേൽ ഭരണം നടത്തുമ്പോൾ നീ എന്തു പറയും? നിന്റെ സ്ഥിതി എന്തായിരിക്കും? ദൈവം ചോദിക്കുക. മനുഷ്യൻ മിണ്ടാതെ നിൽക്കുമ്പോൾ ദൈവം തന്നെ ഉത്തരം പറയുകയാണ്. ഈറ്റുനോവെടുത്തവളെ പോലെ നീ കടന്ന് പൊളയുകയില്ലേ? ഇന്ന് ലോകത്തിൽ ഒരുപാട് പേർക്ക് വേദനയുണ്ട്. ഈറ്റുനോവെടുത്തവളെ പോലെ ഇതാ മനുഷ്യൻ കിടന്ന് പൊളയുകയാണ്. ചില സ്ഥാപനത്തിലെ ചില സംഭവങ്ങളിലൂടെ കടന്നു പോകുമ്പം ചില തകർച്ച, ദൈവമാക്കി വെച്ച സ്ഥാനത്ത് നിന്ന് താഴോട്ട് വീഴുന്ന അനുഭവം, താഴെ ഇരുന്നവർ ഉയർന്നു വരുന്ന അനുഭവം, ഒരു കാലത്തും മുടിചുറ മന്നമഴ നിൽക്കുന്നു, എന്നാൽ ഇതാ അതെല്ലാം തകിടം മറിച്ച് എളിയവർ ഉയർന്നു വരുന്നു. ഇത് കാണുമ്പോൾ ഈറ്റുനോവെടുത്തവളെ പോലെ നീ വേദനയാൽ പൊളയുകയില്ലേ? ദൈവം ചോദിക്കുക. 22-ാം വാക്യത്തിൽ വീണ്ടും ദൈവം പഠിപ്പിക്കുകയാണ്. എനിക്ക് എന്തുകൊണ്ട് ഇങ്ങനെ വന്നു എന്ന് നീ ആത്മഗതം ചെയ്യുന്നുണ്ടാകാം. ദൈവം ഏൽപ്പിച്ചൊക്കെ ചിഹ്നഭിന്നമായി. ദൈവം ഒരു എസ്റ്റേറ്റിൽ ഒരു ഉത്തരവാദിത്വം ഏൽപ്പിച്ചിരുന്നിരിക്കാം, അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിൽ നിന്നെ ഒരു ഉത്തരവാദിത്വം ഏൽപ്പിച്ചിരുന്നിരിക്കാം, ഒരു ഫാക്ടറിയിലോ ഒരു ഓഫീസിലോ ഒരു സംഘടനയിലോ ഒരു പ്രസ്ഥാനത്തിലോ ഒരു സഭയിലോ നീ ഒരു ഉത്തരവാദിത്തപ്പെട്ടവനായിരുന്നിരിക്കാം. എല്ലാം ചിഹ്നഭിന്നമായി. നീ വെറും കരിവേപ്പില പോലെയായി, ചപ്പും ചവറും പോലെയായി, ഇതാ വലിച്ചെറിയപ്പെട്ടു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എല്ലാം നഷ്ടപ്പെട്ട് വീട്ടിൽ വന്നിരിക്കുമ്പോൾ നീ ചിന്തിക്കുകയാണ്, ഞാൻ ഒരു കാലത്ത് വളരെ നല്ല സ്ഥിതിയിലായിരുന്നു, എല്ലാവരും എന്നെ സ്വീകരിച്ചിരുന്നു, എൻ്റെ വാക്കിന് വിലയുണ്ടായിരുന്നു, ഞാൻ പറഞ്ഞ അനുസരിച്ചിരുന്നു, ഇപ്പോൾ ആരും എന്നെ ഗവനിക്കുന്നില്ല, എന്നെ ആർക്കും വേണ്ട, ഇപ്പോൾ എന്നെ ആർക്കും വേണ്ട. ഇതാ ഒരു കരിവേപ്പില പോലെ ഞാൻ വലിച്ചെറിയപ്പെട്ടിരിക്കുകയാണ്. ഇതാണ് ലോകത്തിൻ്റെ ഗതി. എനിക്കെന്തുകൊണ്ടിങ്ങനെ വന്നു? ഒറ്റയ്ക്കിരുന്ന് ചിന്തിക്കുകയാണ്. നീ ആത്മഗതം ചെയ്യുന്നുണ്ട്, എനിക്കെന്തുകൊണ്ടിങ്ങനെ വന്നു എന്ന്. എന്നിട്ട് ദൈവം തന്നെ ഉത്തരം കൊടുക്കുകയാണ്. അതാണ് 22-ാം വാക്യത്തിൻ്റെ തുടർന്നുള്ള വചനങ്ങൾ. എന്തുകൊണ്ട് എനിക്കിങ്ങനെ വന്നു എന്ന് നീ ആത്മഗതം ചെയ്യുന്നുണ്ടാകാം. നിന്റെ തിന്മകളുടെ ആധിക്യ നിമിത്തമാണ് ഇങ്ങനെ സംഭവിച്ചത്. നീ വസ്ത്രമുരിഞ്ഞ്, നീ നിന്ദിതനും പരിത്യക്തനും, നീ ബലാത്കാരത്തിന് ഇരയായി, മറ്റുള്ളവർ നിന്റെ മേൽ ബലം പ്രയോഗിച്ച് നീ ബലാത്കാരത്തിന് ഇരയായി, നീ നിന്ദിതനും ലജ്ജിതനും തകർന്നവനും വേദനിക്കുന്നവനും ഒന്നിനും കൊള്ളാത്തവനുമായി പുറത്തെറിയപ്പെട്ടവനെ പോലെ തകർന്നിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുകയാണ്, നിന്നെ ഒരു കാലത്ത് നിനക്കൊരു സുവർണകാലം തന്ന് നിന്നെ ആക്കി വച്ചിരുന്ന സ്ഥാനത്ത് നീ തിന്മയിൽ പൂണ്ട്, നീ ദൈവകാര്യങ്ങളിൽ നിന്ന് അകന്ന്, നീ പ്രാർത്ഥനയിലും വിശുദ്ധിയിലും നിന്ന് അകന്ന് നിന്റെ വിശുദ്ധി നഷ്ടപ്പെടുത്തി. നീ തിന്മയിൽ പൂണ്ടതുകൊണ്ട് നിന്റെ തിന്മകളുടെ ആധിക്യമാണ് ഇതുപോലെ നിനക്ക് ലഭിച്ചതെല്ലാം ഛിന്ന ഭിന്നമായി പോകാനുള്ള കാരണം എന്ന് തിരുലിഖിതം വ്യക്തമായി ദൈവമക്കൾക്ക് വെളിപ്പെടുത്തി കൊടുക്കുകയാണ്.
പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിന്നെ ഒരു ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്താക്കിയിരിക്കുമ്പോൾ, നിന്റെ ജീവിതത്തിൽ നീ ഉയർന്നു നിൽക്കുമ്പോൾ, നിനക്ക് എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ടാകുമ്പോൾ, നിനക്ക് സമ്പത്തുണ്ട്, ജോലിയുണ്ട്, കഴിവുണ്ട്, മക്കളുണ്ട്, കുടുംബമുണ്ട്, സ്ഥാപനമുണ്ട്, വാഹനമുണ്ട്, എല്ലാം ഒന്നിച്ച് നിന്റെ കൂടെ ഒരു കാന്തത്തിന് ചുറ്റും ഇരുമ്പ് നിൽക്കുന്നത് പോലെ എല്ലാം നിന്നോട് ചേർന്ന് നിൽക്കാൻ നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നീ വിശുദ്ധി മുറുകെ പിടിക്കണം. നീ വിശുദ്ധി മുറുകെ പിടിക്കണം. വിശുദ്ധി ഇല്ലാത്തവൻ ചിതറിച്ച് കളയുന്നു. അതാണ് ലൂക്കായുടെ സുവിശേഷം 11-ാം അധ്യായം 23-ാം വാക്യത്തിൽ യേശു പഠിപ്പിച്ചത്. എന്നോട് കൂടെ ശേഖരിക്കാത്തവൻ ചിതറിച്ച് കളയുന്നു. ഇതിനെക്കുറിച്ച് വിശുദ്ധ ലിഖിതങ്ങളിൽ മറ്റ് ചില മേഖലകളിലും നമുക്ക് വെളിപ്പെടുത്തലുകൾ ലഭിക്കുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു വെളിപ്പെടുത്തലാണ് സങ്കീർത്തന പുസ്തകത്തിൽ 101-ാം അധ്യായത്തിൽ 6-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നത്. ദേശത്തുള്ള വിശ്വസ്തരെ ഞാൻ പ്രീതിയോടെ വീക്ഷിക്കും, അവർ എന്നോടൊത്ത് വസിക്കും. നിഷ്കളങ്ക മാർഗത്തിൽ ചരിക്കുന്നവൻ എൻ്റെ സേവകനായിരിക്കും. ഇതാ വചനം പഠിപ്പിക്കുകയാണ്. ദേശത്ത് ഞാൻ നിങ്ങൾ ഓരോ വിധത്തിലായിരിക്കുമ്പോൾ ഞാൻ നിങ്ങൾ മറക്കരുതാത്തൊരു സത്യമുണ്ട്. എൻ്റെ ദൈവമാണ് എന്നെ ഇവിടെ ആക്കിയത്. ഈ ശുശ്രൂഷ എന്നെ ഏൽപ്പിച്ചത് എൻ്റെ ദൈവമാണ്. ഈ ഓഫീസ് എന്നെ ഏൽപ്പിച്ചത് എൻ്റെ ദൈവമാണ്. ഈ കുടുംബം എന്നെ ഏൽപ്പിച്ചത് എൻ്റെ ദൈവമാണ്. ഇതെല്ലാം എനിക്ക് തന്നത് ദൈവമാണ്. ദൈവത്തിൻ്റെ ശക്തി ഉണ്ടെങ്കിലേ ഇതെല്ലാം ഒരുമിച്ച് നിൽക്കുകയുള്ളൂ. ഈ സമ്പത്ത് എന്നോട് കൂടെ നിൽക്കാൻ, ഈ ജോലി എൻ്റെ കൂടെ നിൽക്കാൻ, ഈ സൽപ്പേര് എൻ്റെ കൂടെ നിൽക്കാൻ, ഇതെല്ലാം എൻ്റെ കൂടെ നിൽക്കണമെങ്കിൽ ദൈവത്തിൻ്റെ കാരുണ്യം എൻ്റെ മേൽ വേണമെന്ന് ഞാൻ നിങ്ങളും അടിസ്ഥാനപരമായി മനസ്സിലാക്കണം. ദൈവം പറയുകയാണ്, എൻ്റെ വിശ്വസ്തരെ ഞാൻ പ്രീതിയോടെ വീക്ഷിക്കും. ഞാൻ അവൻ്റെ കൂടെ പോയി വസിക്കും, അവർ എൻ്റെ കൂടെ വസിക്കും. നിഷ്കളങ്ക മാർഗത്തിൽ ചരിക്കുന്നവൻ എന്നും എൻ്റെ കൂടെ സേവകരായി തന്നെ നിൽക്കും. 101-ാം സങ്കീർത്തനത്തിന്റെ 7-ാം വാക്യം പഠിപ്പിക്കുകയാണ്. വഞ്ചന ചെയ്യുന്ന ഒരുവനും എൻ്റെ ഭവനത്തിൽ തുടരാനാവുകയില്ല. നുണ പറയുന്ന ഒരുവനും എൻ്റെ സന്നിധിയിൽ തുടരാനാവുകയില്ല. നീ നുണ പറയുന്നവനാണോ? നീ കള്ളം പറയുന്നവനാണോ? നീ തട്ടിപ്പ് കാണിക്കുന്നവനാണോ? ദൈവം പറയാണ്, എല്ലാം ചിന്ന ഭിന്നമായി പോകും, എല്ലാം ചിന്ന ഭിന്നമാകും. അവന് ദൈവ സാന്നിധ്യം തുടരാൻ സാധിക്കുകയില്ല. ഒരു വ്യക്തിയുടെ വഴി ദൈവത്തിന് പ്രീതികരമായിരിക്കുമ്പോഴാണ് എല്ലാവരും അവനോട് ചേർന്ന് നിൽക്കുന്നത്. സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ 16-ാം അധ്യായത്തിൽ 7-ാം തിരുലിഖിതം വചനം പഠിപ്പിക്കുന്നു. ഒരുവൻ്റെ വഴി ദൈവത്തിന് പ്രീതികരമാകുമ്പോൾ അവൻ്റെ ശത്രുക്കൾ പോലും അവനോട് ഇണങ്ങിക്കഴിയുന്നു. അപ്പോൾ ഒരുവൻ്റെ വഴി ദൈവത്തിൻ്റെ വഴി വിട്ട് തന്നിഷ്ടമായി, കള്ളത്തരമായി, കഞ്ചാവും തന്നിഷ്ടവും തോന്നിയാസവും നുണയും വഞ്ചനയും എല്ലാ അശുദ്ധിയും കയറിക്കൂടിയാലോ അശുദ്ധി വന്നാൽ ഛിന്ന ഭിന്നമാകും. വചനം പഠിപ്പിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഒരുവൻ്റെ വഴികൾ ദൈവത്തിന് പ്രീതികരമാകുമ്പോൾ അവൻ്റെ ശത്രുക്കൾ പോലും അവനോട് ഇണങ്ങിക്കഴിയുന്നു. ഒരുവൻ്റെ വഴികൾ ദൈവത്തിന് പ്രീതികരം അല്ലാതാകുമ്പോഴോ അവൻ്റെ മക്കൾ പോലും അവനോട് ശത്രുതയെ കഴിയും. ഇതല്ലേ ലോകത്ത് ഞാൻ നിങ്ങൾ ചുറ്റും കാണുന്നൊരു യാഥാർത്ഥ്യം. അശുദ്ധി ഭിന്നത വിതയ്ക്കും. അശുദ്ധിയിലേക്ക് പോകുന്നവൻ ചിതറിച്ച് കളയാണ്. അവനുള്ളതെല്ലാം ചിതറിച്ച് കളയാണ്. കൊരങ്ങന്റെ കയ്യിൽ പൂക്കൊല കിട്ടിയത് പോലെയാണ്, പാറപ്പുറത്തടിച്ച പൂക്കൊല പോലെയാണ്. എല്ലാം ഛിന്ന ഭിന്നമായി പോകും. ഇതിനെക്കുറിച്ച് ബൈബിളിൽ രാജാക്കന്മാരുടെ 1-ാം പുസ്തകത്തിൽ 11-ാം അധ്യായത്തിൽ രംഗം കാണാം. സോളമൻ ദൈവത്തോട് ഒത്തിരി വിശ്വസ്തത നിന്നു. അക്കാലത്ത് എല്ലാവരും സോളമൻ്റെ പിടിയിൽ ഒതുങ്ങി നിന്നിരുന്നു. എന്നാൽ ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് വ്യതിചലിച്ച് സോളമൻ ദൈവത്തിൻ്റെ എഴുതപ്പെട്ട വചനം ലംഘിച്ച് പല അന്യ മതസ്ഥരുമായി വിവാഹബന്ധത്തിൽ ഏർപ്പെട്ടു. അപ്പോൾ സോളമൻ്റെ രാജ്യഭരണത്തിൽ എന്താണ് സംഭവിച്ചത്? രാജാക്കന്മാർ 1-ാം പുസ്തകം 11-ാം അധ്യായം 14-ാം വാക്യത്തിൽ പഠിപ്പിക്കുകയാണ്. കർത്താവ് ഏദോമിനായ ഹദാദിനെ സോളമനെതിരായി തിരിച്ചുവിട്ടു. 1 രാജാക്കന്മാർ 11:14 നമ്മളിത് വായിക്കുകയാണ്. വീണ്ടും 1 രാജാക്കന്മാർ 11:23 വായിക്കുകയാണ്. എലിയാദായുടെ മകൻ റസോണിനെയും ദൈവം സോളമൻ്റെ എതിരാളിയാക്കി. ഇവരെന്താ ചെയ്തുകൊണ്ടിരുന്നത്? 1 രാജാക്കന്മാർ 11:25 വായിക്കുകയാണ്. സോളമൻ്റെ കാലം മുഴുവനും അവൻ ഹദാദിനെ പോലെ ദുഷ്കൃത്യങ്ങൾ ചെയ്ത് ഇസ്രായേലിൻ്റെ ശത്രുവായി ജീവിച്ചു. അവൻ ഇസ്രായേലിനെ വെറുത്തുകൊണ്ട് സിറിയയിൽ ഭരണം നടത്തി. ഹദാദും റസോണും രണ്ടുപേരും സോളമനെ വെറുത്തുകൊണ്ട് ദുഷ്കൃത്യങ്ങൾക്ക് മേൽ ദുഷ്കൃത്യങ്ങൾ ചെയ്ത് നശീകരണ ബുദ്ധി പ്രവർത്തിച്ച് സോളമനെതിരെ ഒരു മുള്ളായി ഇരിക്കുകയാണ്. വീണ്ടും രാജാക്കന്മാർ 1-ാം പുസ്തകം 11-ാം അധ്യായത്തിൽ അതിൽ 26-ാം തിരുലിഖിതം സോളമൻ്റെ ഭൃത്യനും സെരേദായിലെ എഫ്രായിമിനായ നെബാത്തിൻ്റെ മകനുമായ ജെറോബവാം രാജാവിനെതിരെ കരമുയർത്തി. നോക്കുക,
റസോണും ഹദാദും ജെറോബവാമും എല്ലാവർക്കും വെറുതെ സോളമന് എതിരായിട്ട് തോന്നുകയാണ്. അവൻ്റെ എതിരാളിയായി മാറുകയാണ്. എപ്പോഴാണ് സംഭവിക്കാൻ തുടങ്ങിയത്? സോളമൻ എന്ന് തൊട്ട് ജീവിക്കുന്ന ദൈവത്തിൻ്റെ വചനം ലംഘിക്കാൻ തുടങ്ങിയോ അന്ന് തൊട്ട് അവൻ്റെ കീഴിലുള്ള വേലക്കാർക്ക്, അവൻ്റെ ഭൃത്യന്മാർക്ക് അവനോട് ശത്രുത തോന്നുകയാണ്. ഈ നിമിഷങ്ങളിൽ നമുക്ക് എഴുന്നേറ്റ് നിന്ന് നമ്മുടെ എല്ലാ അശുദ്ധിയും തിന്മയും എല്ലാ പാപപേക്ഷിച്ച് യേശുവിനെ നമ്മുടെ ജീവിതത്തിൻ്റെ രക്ഷിതാവ്, കർത്താവ്, നാഥനുമായി സ്വീകരിച്ചേറ്റ് പറയാം. പാപമുള്ളവർ പാപം അനുദപിച്ചുപേക്ഷിക്കട്ടെ, യേശുവിനെ സ്വീകരിക്കട്ടെ. കരങ്ങൾ ഉയർത്തി ഉറക്കെ വിളിക്കുന്നു, ഈശോയേ, മരണത്തെ ജയിച്ചവനെ, ഈശോയേ, മരണത്തെ ജയിച്ചവനെ, ഈശോയേ, മരണത്തെ ജയിച്ചവനെ, കർത്താവായി അധിപതിയായി എന്നെന്നും നീ വാഴണമേ, കർത്താവായി അധിപതിയായി എന്നെന്നും നീ വാഴണമേ, യേശുവേ, 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 സ്പർശിക്കണമേ കർത്താവേ, ഇടപെടണമേ കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, 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 ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന. യേശുവേ, ആരാധന, ആരാധന. യേശുവേ, ആരാധന. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 11-ാം അധ്യായം 23-ാം തിരുലിഖിതം. എന്നോട് കൂടെ ശേഖരിക്കാത്തവൻ ചിതറിച്ചു കളയുന്നു. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ജീവിതത്തിൽ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വന്നു പോയ ഓരോ തകർച്ചകളും തെറ്റുകുറ്റങ്ങളും ഓർത്ത് ഞാനും നിങ്ങൾ ദുഃഖിച്ചിരിക്കുകയല്ല വേണ്ടത്. രക്ഷിതാവായ യേശുവിനെ വിളിക്കുക. ഇതാണ് പിതാവായ ദൈവം ആഗ്രഹിക്കുന്നത്. 2 കരങ്ങളും യേശുവിനെ സന്നിധിയിലേക്ക് ഉയർത്തി, മകനെ, മകളെ, നീ ഹൃദയം തുറന്ന് യേശുവിനെ ഒന്ന് വിളിക്കുമോ? ഉറക്കെ വിളിക്കുന്നു, യേശുവേ, 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 നീ മാത്രമൻ സഹായം, യേശുവേ, യേശുവേ, നീ മാത്രമൻ സഹായം, നീ മാത്രമൻ സഹായം, നീ മാത്രമൻ സഹായം, നീ മാത്രമൻ സഹായം. എൻ്റെ പേര് മോളി. ഞാൻ നെല്ലിക്കുറ്റി ഇടവകയിൽ നിന്ന് വരുന്നു. നെല്ലിക്കുറ്റി ഇടവകയിൽ നിന്നാണ് സഹോദരി വരുന്നത്. ഞാൻ ഫെബ്രുവരി 10-ാം തീയതി 2010 ഇവിടെ ധ്യാനത്തിന് വന്നു. അപ്പോൾ ഇവിടെ ആരാധനയുടെ സമയത്ത് എൻ്റെ മോളുടെ മൂക്കിലെ ദശ വളരുന്ന രോഗമായിരുന്നു, ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പം ഞാനിവിടെ ആരാധനയുടെ സമയത്ത് അവൾക്ക് വീട്ടിൽ നിന്ന് മൂക്കിൽ നിന്ന് എന്തോ തെറിച്ച് പോകുന്നവർക്ക് തോന്നി. എന്താ സംഭവിച്ചത്? ആരാധനയ്ക്കിടയ്ക്ക് മൂക്കിൽ നിന്ന് എന്തോ തെറിച്ച് പോകുന്നവർക്ക് അനുഭവപ്പെട്ടു. അപ്പോൾ ഉണ്ടായി അന്ന് മുതൽ 12 വർഷമായിട്ട് പച്ചവെള്ളം തൊടിയിക്കത്തില്ല, കുളിക്കത്തില്ലായിരുന്നു. അപ്പം ഞാൻ ഇവിടുന്ന് ചെല്ലുന്നതിന് മുമ്പ് തന്നെ അവൾ ഐസ്ക്രീം കഴിക്കാനും പച്ചവെള്ളത്തിൽ രാവിലെയും വൈകിട്ടും കുളിക്കാനും തുടങ്ങി. ധ്യാനം കൊടുത്ത ചേച്ചിയാണല്ലേ? അപ്പൊ വീട്ടിൽ മോള് സൗഖ്യം പ്രാപിച്ചു. അവിടെ സൗഖ്യം പ്രാപിച്ചു. ഈ ചേച്ചി 2010 ഇവിടെ ധ്യാനം കൂടുന്ന സമയത്ത്, ആരാധന സമയത്ത്, പ്രാർത്ഥിക്കുന്ന സമയത്ത്, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ചേച്ചിയുടെ കൊച്ചിന് നാളുകളായിട്ട് മൂക്കിൽ ദശ വളരുകയാണ്. അപ്പൊ ഇവിടെ ചേച്ചി പ്രാർത്ഥിക്കുമ്പോൾ അവിടെ മൂക്കിലെ ദശ തെളിച്ച് കൊച്ചു ഫ്രീ ആയിട്ട് ഐസ്ക്രീം കഴിക്കാൻ തുടങ്ങുന്നു, വെള്ളം കുടിക്കാൻ തുടങ്ങുന്നു. എന്താ ആഘോഷം! ഹല്ലേലൂയ. മുടങ്ങുകയില്ല നേരായി നടന്നവർക്ക്